2 വർഷം മുൻപ് വലിയ വെല്ലുവിളികളൊക്കെ നമ്മൾ കേട്ടതാണ്. സിനിമാ സെറ്റിലേക്ക് വരൂ, പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ അവർ ഒരു ഷാഡോ പോലീസിങ്ങിലേക്ക് പോകും, അല്ലെങ്കിൽ പോലീസ് പരിശോധനയുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ അന്ന് ബി ഉണ്ണികൃഷ്ണൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശക്തമായി പ്രതിരോധിക്കും. അതൊരു വെല്ലുവിളിയുടെ സ്വരമായിരുന്നു. പോലീസ് കടന്നു വരട്ടെ, ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും, അങ്ങനെ പോലീസ് സർവൈലൻസിൽ നിൽക്കേണ്ടവരല്ല സിനിമാക്കാർ എന്ന് പറഞ്ഞതാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ഇന്നിപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് മറ്റൊരു ശബ്ദത്തിലാണ്. അന്ന് 2 വർഷം മുൻപ് അതായിരുന്നു നിലപാട്. പോലീസിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്നെനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ സിനിമാ മേഖലയിലേക്ക് പോലീസിനാകട്ടെ എക്സൈസിനാകട്ടെ നിർഭയം കടന്നു ചെല്ലാൻ കഴിയാത്തത്? ശ്രീ ചിറക്കര മധു. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കടന്നു ചെല്ലുന്നതിന് യാതൊരു തടസ്സവും എക്സൈസിൻ്റെയും പോലീസിൻ്റെ മുന്നിലില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ, സിനിമാ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ്. 100 കണക്കിന് ആളുകൾ അതിനകത്ത് തൊഴിൽ ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. 2 കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാരണങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവരുടെ ഉപദ്രവം ഉണ്ടാക്കേണ്ട, ശല്യം ഉണ്ടാക്കേണ്ട എന്നുള്ള ധാരണയിലാണ് പോലീസും എക്സൈസും എല്ലായ്പ്പോഴും അവിടെ ചെന്ന് ശല്യം ഉണ്ടാക്കുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെ ആയിത്തീരും. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് 2 തരത്തിലാണ് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത്. ഒന്ന്, ഒരു ഖേദപ്രകടനമാണ്. കാരണം വളരെ നല്ല സിനിമകൾ എടുത്ത യുവാക്കളായ സംവിധായകർ, ലൈവായി നിൽക്കുന്ന സംവിധായകർ ഇത്തരം ഒരു സംഗതിയിൽ പെട്ടു എന്നുള്ളത് ഖേദകരമാണ്. എന്നാൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവരിൽ നിന്നും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്നും ഇപ്പോൾ അവിടെ ചെന്നാൽ മയക്കുമരുന്ന് കിട്ടും എന്നുള്ള വിവരം നൽകാൻ സിനിമാ മേഖലയിലുള്ളവർ തയ്യാറായി എന്നുള്ളത് വളരെ വിപ്ലവകരമായൊരു മാറ്റമാണ്. അത് എക്സൈസിനെയും പോലീസിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ നൽകിയ വിവരപ്രകാരമാണ് ഇപ്പോൾ ഇന്നലെ റെയ്ഡ് നടന്നിട്ടുള്ളതെന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ ഒരു കാരണവശാലും ഒരു സംവിധായകൻ്റെ മുറിയിലേക്ക് എക്സൈസിന് ഇടിച്ചു കയറി ചെന്ന് അവിടെ പരിശോധിക്കാൻ പറ്റില്ല, ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ അതൊരു ശുഭോദർക്കമായ സംഗതിയാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. അതെ, പക്ഷെ അപ്പോഴും ഞാൻ ചോദിച്ചത്, ഇപ്പോൾ സിനിമാ സെറ്റുകളുമായി ബന്ധപ്പെട്ടാണല്ലോ അന്ന് പോലീസ് പറഞ്ഞു. അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സേതുരാമൻ്റെ വാർത്താ സമ്മേളനമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സിനിമാ സെറ്റുകളിലേക്ക് പരിശോധനയ്ക്കായി പോകും, ഷാഡോ പോലീസിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. വേണ്ടി വന്നാൽ അതല്ലാതെ തന്നെ ഒരു പരിശോധന വേണ്ടി വന്നാൽ അങ്ങനെയൊക്കെ വിവരം കിട്ടി അല്ല അത് പോകുമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് കൃത്യമായ വിവരമുണ്ട്, ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നു, അതിൻ്റെ പേര് വിവരങ്ങളടക്കം അറിയാം എന്നൊക്കെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോൾ 2 തട്ടിൽ നിന്നുകൊണ്ട് സിനിമാ സംഘടനകൾ അതിനെ എതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുമ്പോൾ ഫെഫ്കയുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത്, ഇത് സിനിമാ സെറ്റിനെ കുറിച്ച്, ഷൂട്ടിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു പോലീസിന്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങളായിരുന്നു, ഇങ്ങോട്ട് വരട്ടെ, ഇത് സർവൈലൻസിൽ നിൽക്കേണ്ടുന്നൊരു കാര്യമല്ല സിനിമ സെറ്റ് എന്നുള്ളത്, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ കാര്യമായ എന്ത് നടപടികൾ ഉണ്ടായെന്ന് നമുക്കറിയില്ല. അതെന്തുകൊണ്ടാണ് ശ്രീ ചിറക്കര മധു? അത്തരത്തിലേക്കൊക്കെയുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത്ര വ്യാപകമായി ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ യുവ നടിമാർക്കൊക്കെ പരാതിപ്പെടേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? യഥാർത്ഥത്തിൽ ഈ നർക്കോട്ടിക്സ് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ സംവിധായകരും മറ്റുമൊക്കെ പ്രതികരിക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നർക്കോട്ടിക് നിയമം പോലെയുള്ള കർശനമായൊരു നിയമം ഇന്ത്യയിൽ തന്നെ അപൂർവമായ നിയമങ്ങളേ ഉള്ളൂ. അതിന് സിനിമാ സെറ്റെന്നോ സിനിമാ കാരവാനെന്നോ സംവിധായകൻ്റെ വീടെന്നോ സംവിധായകൻ്റെ മുറിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഏത് സ്ഥലത്തും ആധികാരികമായി കടന്നു ചെല്ലാൻ എക്സൈസിലെയും പോലീസിലെയും അധികാരപ്പെട്ട. പക്ഷെ കടന്നു ചെല്ലുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ട് കടന്നു ചെല്ലുന്നില്ല? അതിൻ്റെ കാര്യം ഞാൻ ആദ്യമേ വിശദീകരിച്ചു. നമ്മൾ ചെന്ന് ഒരു തൊഴിൽ മേഖലയിലെ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടാകരുതെന്ന് കരുതി മാത്രമാണ് നമ്മൾ പോകാത്തത്. അല്ലാതെ ഇവരുടെ ഭീഷണി പയന്നോ ഇവരെന്തെങ്കിലും വിചാരിച്ചിട്ടൊന്നുമല്ല. അതെങ്ങനെയാണ് അത് ശ്രീ ചിറക്കര മധു? അങ്ങനെ നമ്മൾ ഒരു തൊഴിലിടത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇത് സമൂഹത്തിന് തന്നെ ഇവർ വലിയ വിപത്താണല്ലോ. അപ്പോൾ ആ ഒരു തൊഴിലിടത്തെ കുറച്ചാളുകളെ നോക്കി നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ആ കോസിനെ ബാധിക്കുകയല്ലേ അത്? ഒരിക്കലും നമ്മൾ പിന്മാറുന്നില്ല. നമുക്ക് കിട്ടുന്ന ഫീബിളായ ഇൻഫർമേഷൻ പോലും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് കേസെടുക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ ഇന്നലെ കണ്ടതും കഴിഞ്ഞ ദിവസം ഷൈൻ ടോമിനെ പിന്തുടർന്ന് പോലീസുകാർ പിടികൂടാൻ പോയതും അതിന് മുമ്പ് നടന്ന സംഭവങ്ങളും. ഇപ്പോൾ ഒരു സ്ത്രീയെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവായി പിടിച്ചപ്പോൾ അവരുടെ നിന്ന് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും എടുത്തു ചാടി ചെയ്യുന്ന രീതിയല്ല നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള. ഒന്നും എടുത്തു ചാടി ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ ചോദിച്ചു, പേരുകൾ കിട്ടിയിരുന്നല്ലോ, പുറത്തുവിടാൻ എന്താ? അങ്ങനെയൊന്നും പുറത്തുവിടാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടസ്സം വരാത്ത രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരാളുടെ എക്സ് എന്ന് പറയുന്നതിനുള്ള പേര് ഒരാളുടെ വായിൽ നിന്ന് കിട്ടിയാൽ ഉടനെ നിങ്ങളോട് മാധ്യമങ്ങളോട് അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞുകൂടാ. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്തുവിടണമെന്ന് നമ്മൾ പറയുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീ മധു, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ ആ ദിവസം 2 വർഷം മുൻപ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് പേര് വിവരങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ഉണ്ട്. അപ്പോൾ വേണ്ടി വന്നാൽ അങ്ങനെ ഒരു പരിശോധനയിലേക്ക് അവരുടെ അടുത്തേക്കൊക്കെ ചെന്ന് ഒക്കെയുള്ള പരിശോധന, നിരീക്ഷണം, അതൊക്കെ വേണ്ടി വന്നാൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അല്ലാതെ പേര് വിവരങ്ങൾ അങ്ങനെ പുറത്തുവിടണമെന്ന് നമ്മൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. കൃത്യമായ പിടിക്കപ്പെടലോ തെളിവോ ഒക്കെ ഇല്ലാതെ നമ്മളും ആഗ്രഹിക്കുന്നില്ല.